നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മുടെ ചാനലിൻ്റെ പേര് പ്രാപ്പർ ആക്വാ മലയാളം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിക്ലെറ്റ് ടാങ്ക് സെറ്റപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു പഴയ ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്കിന് നമ്മൾ ഫുള്ളായി ക്ലീൻ ഔട്ട് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് പഴയ ഹാമിൻ്റെ ഫിൽറ്റർ ഉണ്ടായിരുന്നു. അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ഔട്ട് എല്ലാം ചെയ്ത് സർവീസ് എല്ലാം ചെയ്തിട്ട് എന്നിട്ടാണ് ഈ ടാങ്ക് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ബേസിക്കലി സിക്ലെറ്റ്സ് ആണ് നമ്മളൊരു ഭയങ്കര ഒരു ഹാർഡി ഫിഷാണ്. വളരെ നല്ല കളർഫുൾ ഫിഷാണ്. അതിന് കുറച്ച് ഹൈഡിങ് സ്പേസസ് എല്ലാം വേണം. അതിന് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ റോക്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു സിമ്പിൾ സെറ്റപ്പാണ്. നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ റോക്സ്, സോയിൽ, അതിൻ്റെ ഫിൽട്രേഷന്, പിന്നെ അതിൻ്റെ ലൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഹോബിയിലോട്ട് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഈ കുറേ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ഫിഷ് ടാങ്ക് നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യാറില്ല. പുതിയ ടാങ്കിന് ഡെഫിനറ്റായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്യണം. പിന്നെ ടാങ്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അതിനെ കുറച്ച് ദിവസത്തേക്ക് സൈക്കിൾ ചെയ്യണം. മീൻ ഇല്ലാണ്ട് നമ്മൾ ഒരു 20 to 30 ദിവസം നമ്മൾ എന്തായാലും ടാങ്കിനെ നമുക്കൊന്ന് സൈക്കിൾ ചെയ്യണം, നമ്മൾ ഫിഷ് ഇല്ലാണ്ട്. അപ്പോഴാണ് നമ്മൾ നൈട്രജൻ സൈക്കിൾ എന്നൊക്കെ പറയും. ആ സാധനം ആ ടാങ്ക് കംപ്ലീറ്റ് എസ്റ്റാബ്ലിഷ് ആവും. പിന്നെ ഒരു കുറച്ച് വെള്ളം മാറ്റിയിട്ട് എന്നിട്ടേ നമ്മൾ മീനിനെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിഷസും ഹെൽത്തി ആയിരിക്കും, നമുക്ക് കാണാനും നല്ല രസമുണ്ട്. ഈ ടാങ്കിൽ തന്നെ നമ്മൾ ചെറിയ മീനാണ് ഇട്ടത്. പിന്നെ അതെല്ലാം നല്ലോണം വലുതായി. സോ അതൊരു നല്ലൊരു പ്രോഗ്രസ് കാണാൻ നല്ല ഒരു സന്തോഷം വരും. അതാണല്ലോ ഈ ഹോബീൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വീഡിയോ എൻ്റെ പേർക്ക് കാണാൻ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കാണാം. ഇത് നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു പഴയ ടാങ്ക് ഉണ്ടായിരുന്നു, 4 അടിൻ്റെ. ഇതിനൊരു സ്റ്റാൻഡും ഉണ്ടായിട്ടില്ല. അതിന് സ്റ്റാൻഡും നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ പഴയ ടാങ്ക് ആയതുകൊണ്ട് ഇതിന് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ കുറേ കാലം യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിന് ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത് നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ടാണ് ഇതിനെ ഡിസിൻഫെക്റ്റ് ചെയ്തത്. ഇപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പഴയ ഒരു ഹാമിൻ്റെ ഫിൽറ്ററും ഉണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മളത് തുറന്നിട്ടെല്ലാം സർവീസ് എല്ലാം ചെയ്തു. നമ്മളിതിൽ യൂസ് ചെയ്ത ഗ്രേവലിൽ വന്നിട്ട് ഒരു കുറച്ച് വലിയ ടൈപ്പ് മണ്ണാണ് നമ്മൾ യൂസ് ചെയ്തത്. ചെറിയ ടൈപ്പ് സാൻഡ് ആകുമ്പോൾ സിക്ലെറ്റ്സ് ജനറലി നമ്മൾ വായിൽ മണ്ണെടുത്തിട്ട് കളിക്കും. അപ്പോൾ വളരെ ചെറിയ ഗ്രേവലായാലും അത് ചിലപ്പോൾ അതിൻ്റെ ഗില്ലിലെല്ലാം കുടുങ്ങും. ഇതിൽ യൂസ് ചെയ്ത റോക്സ് നമ്മൾ സാൻസിബാർ റോക്സ് ആണ്. സാൻസിബാർ റോക്സ് പറഞ്ഞാൽ കുറേ ഹോൾസ് ഉണ്ടാവും. പിന്നെ നല്ലൊരു പോറസ് മെറ്റീരിയലാണ്. പിന്നെ അവർ സിക്ലെറ്റ്സ് പറഞ്ഞ സംഭവത്തിന് കളിക്കാൻ കുറേ ഹോൾസ് ഉണ്ടെങ്കിൽ അത് കോളനൈസ് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് കുറേ പാസേജസും കുറേ ഹോൾസ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ വെള്ളം നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ട് TDS ഒരു 220 to 215 ഉള്ളിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഹാർഡ് വാട്ടറാണ്. അതുകൊണ്ട് നമ്മൾ ROയും ഹാർഡ് വാട്ടറും മിക്സ് ചെയ്തിട്ട് ഒരു 220 to 250 TDS നമ്മൾ വെള്ളം കണ്ടീഷൻ ചെയ്തിട്ട് അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് വെള്ളം. ഇതിൻ്റെ നമ്മളെ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് പൈപ്പ്സ് നമ്മൾ ഗ്ലാസ് പൈപ്പ്സാണ് യൂസ് ചെയ്തത്. ഇത് ഞാൻ ആമസോണിലാണ് പർച്ചേസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് ഗ്ലാസ് പൈപ്പ്സ് ആണ്. കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു സെറ്റ് പൊട്ടിപ്പോയി. അതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്യണം. പക്ഷെ ഭയങ്കര കാണാൻ നല്ലൊരു റോയൽ ലുക്ക് വരുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഹാമിൻ്റെ ആ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്ത ഹാം 350 ഞാൻ മുമ്പേ കാണിച്ച പോലെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ഫിൽറ്ററാണ്. നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. പക്ഷെ നല്ലൊരു എഫക്റ്റീവ് ഫിൽറ്ററാണ്. നല്ല ഫോഴ്സ് ഉണ്ട് അതിന്. ഔട്ട്പുട്ട് പൈപ്പ് ഇങ്ങനത്തെയാണ് ഈ ഗ്ലാസിൻ്റെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലുക്ക് വരും. പക്ഷെ നമ്മൾ ഫിൽറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം. അതുകൊണ്ട് നമ്മളത് മുമ്പേ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഈ പൈപ്പ് കഴിച്ചിട്ട് അതിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം ഫില്ല് ചെയ്തു. എന്നാലേ അത് ഫിൽറ്ററിന് ആ ഒരു സക്ഷന് ക്രാങ്കിങ് എന്ന് പറയും, അതിൻ്റെ ഒരു സക്ഷന് പവർ കിട്ടുന്ന. അതുകൊണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ഓൺ ചെയ്തപ്പോൾ ഇങ്ങനത്തെ ഒരു നല്ലൊരു സർക്കുലേഷൻ ഫോഴ്സ് കിട്ടി. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് വരെ ഈ ഗ്ലാസ് പൈപ്പ് യൂസ് ചെയ്തുകൊണ്ട്. ഓവറോൾ ഒരു നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ API ക്വിക്ക് സ്റ്റാർട്ട്, ഇത് ബേസിക്കലി ബെനിഫിഷ്യൽ ബാക്ടീരിയ നമ്മൾ യൂസ് ചെയ്ത API ക്വിക്ക് സ്റ്റാർട്ടാണ്. CCAM സ്റ്റെബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ഡോസേജ് ജാസ്തി കൊടുത്ത്, എന്താ വെച്ചാൽ പുതിയ ടാങ്ക് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഡോസേജ് എല്ലാം ജാസ്തി കൊടുത്തിട്ട് ഒരു 30 നാൾ നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ ഫിഷ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാങ്ക് എസ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മൾ ഫിഷിന് ആഡ് ചെയ്തു. ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ്സെല്ലാം ഒന്ന് ക്ലീൻ ഔട്ട് ചെയ്തിട്ട് ഒരു 50% വാട്ടർ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ കുറേ ചെറിയ സൈസാണ് നമ്മൾ ഫിഷസ് വാങ്ങിച്ചത്. കുറച്ച് കളർഫുൾ ടൈപ്പ് ഫിഷസാണ് നമ്മൾ കൊണ്ടുവന്ന സിക്ലെറ്റ്സ്. അതിനെ നല്ലോണം അക്ലിമേറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ മെല്ലെ നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തു.
അപ്പോൾ ഈ സൈക്ലിംഗ് ടൈം നല്ലോണം ചെയ്തുകൊണ്ട് ഫിഷസിനൊന്നും പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലോണം ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി. ഈ ഹിക്കാരി സിക്ലെറ്റ് എക്സലാണ് നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുത്തത്. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ടാങ്കെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഫിഷസ് എല്ലാം നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇതിൽ കാണുന്ന ഫിഷസ് നിങ്ങൾ അടുത്ത സീനിൽ കാണാൻ പോകുന്നത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇത് നിങ്ങൾ കാണുന്നതാണ് ഒരു 6 to 7 മാസം കഴിഞ്ഞ് നമ്മൾ ടാങ്ക് സെറ്റപ്പ് ചെയ്തിട്ട് അതിലുള്ള ഗ്രോത്താണ്. ആ കണ്ട മീനുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എല്ലോണം നല്ല വലിയ സൈസായി. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നമ്മളൊരു പുതിയ ചാനലാണ്, അപ്പോൾ ഡെഫിനറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൈക്കിൾ ചെയ്യണം, നമ്മൾ ഫിഷ് ടാങ്ക് സെറ്റപ്പ് ചെയ്ത ദിവസം തന്നെ നമ്മൾ മീൻ ആഡ് ചെയ്യരുത്. ഇതൊക്കെയാണ് നമ്മൾ ഫിഷിൻ്റെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ മീനൊക്കെ മരിച്ചു പോകും. അതിനെക്കൊണ്ട് അതൊക്കെ ടേക്ക് കെയർ ചെയ്യുക. മീൻ നല്ലോണം ഹെൽത്തിയും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറെ 4 ചാനൽസ് ഉണ്ട്. നമ്മൾ ഹിന്ദി, കന്നഡ, തമിഴ് ആൻഡ് ഇംഗ്ലീഷിൽ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ബാക്കി ചാനൽസിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി ചാനൽസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ.